തോക്കുസ്വാമിക്ക് വരെ ഒടുവിൽ വെളിപാട് വന്നിരിക്കുകയാണ്. ബി ജെ പിയെയും സംഘപരിവാറിനെയും ഹിന്ദു എന്ന പേരിൽ താങ്ങി താങ്ങി നിന്ന വ്യക്തിക്ക് ഒടുവിൽ എന്താണ് RSS എന്നും എന്താണ് സംഘപരിവാർ എന്നും അവരുടെ തൊഴുത്തിൽ നിന്ന് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഹിന്ദുക്കളെ ഉദ്ധരിക്കാൻ വേണ്ടി RSSനെ കുറിച്ച് കുറച്ച് അടൽസുള്ളി വാചകങ്ങൾ പറഞ്ഞിരിക്കുന്നത്. തികച്ചും സ്ത്രീവിരുദ്ധമാണ്. എന്നിരുന്നാൽ കൂടിയും ഈ നാട്ടിലെ ഒരു വർഗീയ സംഘടനയെ തുറന്നു കാട്ടാൻ വേണ്ടി അത്തരം ചില സ്റ്റേറ്റ്മെന്റുകൾ കൂടി നാട്ടുകാരെ കേൾപ്പിക്കേണ്ടി വരും. ഈ അടുത്ത കാലത്ത് RSSന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത 3ഓളം വ്യക്തിത്വങ്ങളുണ്ട്. ഇനി തോക്കുസ്വാമിയും അതേ പാതയിൽ പോകുകയോ ഇല്ലയോ എന്നൊക്കെ ഇനി കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും തോക്കുസ്വാമിയുടെ സംഘപരിവാർ അനുഭവ വിലയിരുത്തലൊന്ന് നാട്ടുകാർ കേട്ടെ. BJP ഒരു പക്ക നമ്മുടെ നാട്ടില് BJPയുടെ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ അറിയാം, ഒരു വേഷിയുടെ സ്വഭാവമാണ്. അവർക്ക് എല്ലാവരെയും വേണം, എല്ലാവരുടെയും കൂടെ അവർക്ക് കിടക്കണം, എല്ലാവരുടെ അടുത്തു നിന്നുള്ള സഹായവും ചില്ലറയും സുഖമൊക്കെ അവർക്ക് കിട്ടണം. അപ്പോൾ പിന്നെ ഹിന്ദു എന്ന് പറയുന്ന ആൾക്കാർ അവളെ ധർമ്മപത്നിയായിട്ട് കാണുന്നതിൽ എന്താ അർത്ഥം? ഞാൻ പറയുന്നത് ശരിയല്ലേ? ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണെങ്കിൽ മാത്രമേ ഹിന്ദുക്കൾ അതിൽ നിൽക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് ഹിന്ദുക്കൾക്ക് വേണ്ടി എന്താ ചെയ്യുന്നു? കുറച്ച് കള്ളന്മാരെ അതിനകത്ത് കുറച്ചുപേരെ നിർത്തിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അയ്യപ്പന്റെ പേരും മറ്റുള്ള കുറച്ച് ഇതും അതും ഇതും എന്നൊക്കെ പറഞ്ഞ് രണ്ടും ബഹളം വയ്ക്കാം. ആൾക്കാര് അരിയാഹാരവും ഗോതമ്പും ഒക്കെ കഴിക്കുന്ന അത്യാവശ്യം തലയ്ക്ക് ബുദ്ധിയുണ്ട്. ഹിന്ദുവിന്റെ പേര് പറഞ്ഞ് ദേവിയത് BJP കേരളത്തിൽ ഒരു ഇതും വേണ്ട. ഹിന്ദുവിന്റെ കാര്യം നോക്കാൻ അത്യാവശ്യം നല്ല കഴിവുള്ള പലവരും സംസ്ഥാനത്തിനകത്തും പുറത്തുമുണ്ട്. ഈ BJPയെ പിന്തുണയ്ക്കുന്നതിന്റെ ഒരു അർത്ഥം എന്താണെന്ന് ദയവ് ചെയ്ത് എന്റെ ഹിന്ദുക്കളൊന്ന് പറയണം. കാരണം BJP എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ BJPയെ പിന്തുണയ്ക്കുന്നത്? ഒറ്റ ഉത്തരവേ ഉള്ളൂ. ധർമ്മം എന്താണെന്നും ഇന്ത്യയുടെ ചരിത്രം എന്താണെന്നും അറിയാത്തതുകൊണ്ട് മാത്രമാണ്. ഇപ്പൊ BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഹിന്ദുക്കളുടെ ഇടയിൽ മനസ്സിൽ BJP ഒരു ധർമ്മപത്നിയെ പോലെ കാണുന്നു. ഹിന്ദുക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, ഹിന്ദുക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു. തെറ്റാണ്. ആ വാചകങ്ങൾ ആവർത്തിക്കുന്നില്ല. അനുഭവസ്ഥൻ പറയുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ അതിൽ ഇഴകീറി പരിശോധിക്കേണ്ട കാര്യവുമില്ല. പക്ഷേ എന്താണ് RSS എന്നും ഹിന്ദു എന്ന പേരിൽ അവർ വിനയാന്വിതരായ മുന്നമാരെ പോലെ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് കണ്ട് ഹിന്ദുക്കളായിട്ടുള്ള മനുഷ്യർ വഴിതെറ്റി പോകരുത് എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ്. തോക്കുസ്വാമിയെ അറിയാലോ, കുപ്രസിദ്ധി ആർജിച്ച വ്യക്തിയാണ്. ആ വ്യക്തി സ്വന്തം നിലനിൽപ്പിന് ഹിന്ദു ആശയത്തിനെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് RSSനൊപ്പം സഞ്ചാരം ആരംഭിച്ചത്. ഏറ്റവും ഒടുവിൽ കേരളത്തിലെ ഹിന്ദുക്കളെ RSSകാർ പറ്റിക്കുന്നത് എങ്ങനെയെന്ന് സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഈ നാട്ടിലെ ഹിന്ദുക്കൾ കേൾക്കാൻ വേണ്ടി തോക്കുസ്വാമി യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുമ്പോൾ അത് കൃത്യമായിട്ട് കേരളം കേൾക്കേണ്ടതാണ്, ചർച്ച ചെയ്യേണ്ടതാണ്. അനുഭവം ഗുരു എന്ന് പറയുന്ന പോലെ RSS ശാഖയിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തി ആത്മഹത്യന് ശേഷം സ്വന്തം പിതാവാണെങ്കിൽ പോലും ആ RSSകാരനെ മാറ്റി നിർത്തണമെന്ന് അഭിപ്രായപ്പെട്ട കോട്ടയത്തെ ചെറുപ്പക്കാരനിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ തിരുമല അനിലും ആനന്ദ് തമ്പിയും തുടങ്ങി സംഘപരിവാറുകാരാൽ തന്നെ ഇല്ലാതാക്കപ്പെട്ട ഹിന്ദുക്കളെയെല്ലാം അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ശാഖയിലെ സ്വന്തം അനുഭവം തോക്കുസ്വാമി തുറന്നടിച്ചിരിക്കുന്നത്.